സാദ്. എൻ്റെ സ്ഥലം കൊല്ലം. ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുമ്പേ ഇനിയും എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ ഇന്നിവിടെ വളരെ മനോഹരമായിട്ടുള്ള ടോപ്പിക്കും എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ടോപ്പിക്കുമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രണയത്തിൻ്റെ തീരാ നഷ്ടങ്ങൾ അഥവാ തീരാ കുരുക്ക്. നമ്മൾ ഒരുപാട് പേര് നമ്മൾ വിശ്വസിക്കും. പക്ഷെ നമുക്ക് കിട്ടുന്ന എന്തുവാ? തിരിച്ചടികളും അല്ലെങ്കിൽ ചതികളും തേപ്പുകളൊക്കെ. ഇതിൻ്റെ എല്ലാം ആവശ്യമുണ്ട്. നമ്മൾ മാനാമര്യാദയ്ക്ക് അമ്മയും അച്ഛൻ നമ്മളെ പഠിപ്പിക്കാൻ വിടുന്നു. നമ്മളത് പഠിക്കാതെ നമ്മൾ തോന്നി ഇഷ്ടം പോലെ ചെയ്യുന്നു. ഒരാൾ പുറകെ പോകുന്നു, അത് കഴിഞ്ഞ് അമ്മയെ നമ്മൾ അവഗണിച്ച് മാറ്റി നിർത്തുന്നു. ഞാൻ കാര്യം ചോദിക്കട്ടെ, നിങ്ങളൊക്കെ വളർത്തി വലുതാക്കി നിങ്ങൾ അമ്മയച്ഛനല്ലേ? അത് കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക് ഈ കാമുകന്മാരൊക്കെ വന്നത്? ആണോ അല്ലയോ? എനിക്ക് അത് ബിലോ കമൻറ്റ്. അപ്പം നമ്മൾ ഒരിക്കലും അമ്മയച്ഛനെയും വിഷമിപ്പിക്കരുത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജയിച്ചിട്ട് പോകുന്നവരുമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ അത് അമ്മയും അച്ഛനെയും വിഷമിപ്പിച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ട ആൾ കൂടെ ഇറങ്ങി ഫോട്ടോകളെന്ന് പറയുന്ന പെമ്പിള്ളാരായാലും ശരി ആമ്പിള്ളാരായാലും ശരി, ആമ്പിള്ളാരെന്ന് പറയത്തില്ല, പെമ്പിള്ളാർക്ക്. ഇത് ഞാൻ ചെയ്യുന്ന പെമ്പിള്ളാർക്ക് വേണ്ടി. നിങ്ങൾ ഒന്ന് മനസ്സിലെത്തി ആലോചിക്കും, നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യം തെറ്റാണോ ശരിയാണോ? ഇന്നലെ കണ്ട സ്നേഹിച്ച അവനാണോ വലുത്? കൊച്ചുനാൾ തൊട്ടേ പാലൂട്ടി വളർത്തിയ അമ്മയാണോ നിങ്ങൾക്ക് വലുത്? ഓരോ പെൺമക്കളും ഇത് ആലോചിച്ച് നോക്കൂ, മനസ്സിരുത്തി ആലോചിച്ച് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. എനിക്കും ഉണ്ടായിട്ടുണ്ടോ ഓരോ പ്രണയം കാര്യങ്ങളൊക്കെ. ഞാനത് വേണ്ടെന്ന് വെച്ചിട്ടേ ഉള്ളൂ. കാരണം ഇന്ന് ആ തെറ്റുകൾ ഞാൻ മനസ്സിലാക്കിയത്തോളം എനിക്ക് സ്നേഹിക്കാൻ എൻ്റെ അമ്മയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഉമ്മ ഉണ്ട്, എൻ്റെ സ്വന്തം ഉമ്മ ഉണ്ട്. അത് മതി. വേറെ എന്താണ്? ഇതൊക്കെ നേടിയെടുത്തത് നിങ്ങൾക്ക് വല്ലതും ചെയ്യാനുണ്ടോ? ഒന്നെങ്കിൽ ആ കല്യാണം കഴിക്കുന്ന ചെറുക്കൻ നിങ്ങളിട്ട് ദ്രോഹിക്കും. എല്ലാ ആൾക്കാരും, എല്ലാ ആൺകുട്ടികളും അങ്ങനെയാണല്ല പറയുന്നത്. കുറച്ച് ആൺകുട്ടികൾക്ക് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. നമ്മൾ ആട്ടെ എപ്പോഴും ഇരിക്കണം, മറ്റുള്ളവരാവാൻ ശ്രമിക്കരുത്. പ്രണയം ഇല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു വലിയ സംഭവം നമുക്ക് നഷ്ടപ്പെടുമെന്നാണ് ഈ കേരളത്തിലുള്ള ഒരു ആമ്പിളാനും പെമ്പിളാനായാലും മുസ്ലിമാനും ശരി, ക്രിസ്ത്യനാനും ശരി, ഹിന്ദുവാനും ശരി, പ്രണയമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കും? ഒരാൾ കൂടെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കുന്നത്? നിങ്ങളൊക്കെ പെമ്പിളാരാണ്, നിങ്ങൾക്ക് തൻ്റെ അടുത്തോടെ നിൽക്കാൻ പറ്റും. കുറേ പെമ്പിളാർ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നട്ടലുള്ള തൻ്റേതുള്ള പെമ്പിളാർക്കൊന്നും ഈ പരിപാടിക്ക് നിൽക്കത്തില്ല. കുടുംബമെന്നും പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കൊന്നും മനസ്സിൽ ചിന്തിക്കുക, മനസ്സിരുത്തി ഒന്ന് ചിന്തിക്കുന്നു. ചിന്തിച്ചാൽ നിങ്ങൾ ഉത്തരം കിട്ടും. നമ്മളൊക്കെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നിട്ട് വല്ലവൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് മരിക്കണമെന്ന്. അതൊന്നും ഒട്ടും ശരിയല്ല. പിന്നെ പെമ്പിള്ളാരിൽ കൊല്ലുന്ന ആൾക്കാരുമുണ്ട്. ഞാൻ പണ്ട് സംഭവം ഞാൻ കേട്ടിട്ടുള്ള ന്യൂസിലാട്ടൊക്കെ, മാംഗോയ്ക്കകത്ത് വിഷം കലക്കി കൊടുത്ത കൊന്ന ഗ്രീഷ്മയെ പോലെ ആവരുത്. നമുക്കിത് വേണ്ടാവോ? പ്രണയമെന്ന് പറഞ്ഞ സംഭവം നമുക്ക് വേണ്ട. ഇത് എല്ലാ പെമ്പിള്ളാരും മനസ്സിരുന്ന് എത്തിയൊന്ന് ആലോചിക്കും. പ്രണയം ഇല്ലെങ്കിൽ ഇവിടെ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ലേ? ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റത്തില്ലേ? ഫ്രണ്ട്ഷിപ്പ് ആവണം എല്ലാവരുമായിട്ട്. നല്ല സൗഹൃദം വെക്കൂ. എന്തിന് ഈ ചെറുപ്രായത്തിലൊക്കെ കല്യാണം കഴിച്ച് പോയിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള സമയത്ത് നിങ്ങൾ എന്തിനീ പ്രേമിച്ച് നടക്കുന്നു? നിങ്ങൾക്ക് എന്ത് കിട്ടാണ്? അവൻ അല്ലെങ്കിൽ നിങ്ങളെ പുറകെ നടക്കുന്ന കഴുകനെപ്പോലെ നടക്കുന്ന ആ വ്യക്തി നിങ്ങളെ യൂസ് ചെയ്ത് നിങ്ങളെ പുറത്തെടുത്ത് വലിച്ചെടുത്ത് കളയും. മനസ്സിലായോ? അതിന് നിങ്ങൾ എന്തിനാ നിന്ന് കൊടുക്കുന്നത്? നിങ്ങളെ കൊണ്ട് ആ വ്യക്തിക്ക് പല ഉദ്ദേശവും ഉണ്ടാവും. അതിൽ നിന്ന് കൊടുക്കരുത്. എനിക്ക് ഇത്രയേ പറയാനുള്ളൂ നിങ്ങൾക്ക്.
ബുദ്ധിയുള്ള പെൺപിള്ളേരാണെങ്കിൽ, അത്രേ പറയുള്ളൂ, ബുദ്ധിയുള്ള പെൺപിള്ളേരാണെങ്കിൽ ഒന്ന് മനസ്സിരുത്തി ആലോചിക്കും, ഞാൻ ഈ ചെയ്യുന്ന ശരിയാണോ എന്നാലോചിക്കും. മനസ്സിലായോ? എടോ, നിങ്ങളൊക്കെ ചെയ്യുന്ന ഭയങ്കര വൾഗറായിട്ട് വൃത്തിയായിട്ടുള്ള സംഭവമാണ്. പണ്ടത്തെ പ്രണയമൊക്കെ നല്ല മനോഹരമാണ്, അല്ലെന്നല്ല പറയുന്നത്. ഇപ്പം എന്താ മനോഹാരിത ഉണ്ട്? നിങ്ങളെ സ്നേഹത്തിന് വേണ്ടിയല്ല, നിങ്ങളെ ശരീരത്തിന് വേണ്ടിയാണ് അവർ നിങ്ങൾ പുറകെ നിന്ന് വട്ടയിട്ട് കറക്കുന്നത്. അത് നിങ്ങളെന്താ മനസ്സിലാവാത്ത? നല്ല പ്രണയങ്ങളുണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. എൻ്റെ സിസ്റ്ററിനെ സ്നേഹിച്ചാണ് കല്യാണം കഴിച്ചത്. നല്ല പ്രണയങ്ങളുണ്ട്, പക്ഷെ നല്ല അല്ലാത്ത പ്രണയം നിങ്ങൾക്ക് കിട്ടാൻ ഭയങ്കര പാടാണ്, കണ്ടെത്താനും പാടാണ്. ഒന്ന് ആലോചിച്ച് നോക്ക് മനസ്സിലെത്തി. എന്തിനാ ഈ പണിക്കൊക്കെ നിൽക്കുന്നത് നിങ്ങൾ? സ്വന്തം അമ്മ അച്ഛനെ വേദനിപ്പിച്ച് എന്തിനാ ഈ പരിപാടിക്ക് നിൽക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. അതിൻ്റെ ഒരു ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കില്ലല്ലോ പ്രണയം, എനിക്കത് വേണ്ടത് വെച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഒറ്റയ്ക്ക് നടക്കാൻ പറ്റത്തില്ലേ? ഒറ്റയ്ക്ക് നടക്കാൻ എന്ത്? നമുക്ക് പല അനുഭവങ്ങളും പല സംഭവങ്ങളും നമുക്ക് മൈൻഡിലോട്ട് വരും ഒറ്റയ്ക്ക് നടക്കുമ്പോൾ. കുഴപ്പമില്ല, നമുക്കുള്ള ആൾ നമ്മൾ കൂടെ തന്നെ വരുവോ? പ്രണയം എന്ന് പറയുന്നത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് എനിക്ക് തുറന്ന് പറയാനുള്ളത്, എനിക്ക് തീരെ ഇഷ്ടമല്ല. എനിക്ക് വെറുപ്പാണ്, അറപ്പാണ്, ദേഷ്യമാണ്. കാരണം സ്വന്തം അമ്മയും അച്ഛനെയും വെറുപ്പിച്ചിട്ടാണ് നിങ്ങൾ ഈ പരിപാടി ചെയ്യുന്നത്. അതൊരിക്കലും ശരിയല്ല, ശരിയല്ല, ശരിയല്ല. ഞാൻ 100 പ്രാവശ്യം പറയുന്നു. എനിക്കൊരു മടിയില്ല പറയാൻ. നിങ്ങൾ പാലുകൂട്ടി വളർത്തി നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മേടിച്ച് തന്ന ഈ അച്ഛന്മാരും അമ്മമാരും നിങ്ങൾ എന്തിനാ ഇങ്ങനെ വെറുപ്പിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എന്തിന്? അതുകൊണ്ട് എൻ്റെ പൊന്നു പെൺമക്കളാ ഉള്ള സഹോദരിമാരായാലും ശരി, ആരായാലും ശരി, ഏത് സ്ഥലത്തുള്ള സഹോദരിമാരായത് കാണുന്നെങ്കിൽ നിങ്ങൾ ഈ വേണ്ടാതെ പഠിക്ക് നിൽക്കരുത്. നഷ്ടമാണോ? നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളെ മനസ്സിനെ നഷ്ടപ്പെടുന്നത്. ഇപ്പം എത്ര പെമ്പിളാണ് നമ്മൾ മുമ്പിൽ സൂയിസൈഡ് ചെയ്യുന്നത്, എന്നിട്ട് കണ്ടത് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ? വേണ്ടാതെ വെക്കൂ. നിങ്ങളെ ഒത്ത ഒരാണ് വന്ന് ഇഷ്ടമെന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്ത് നോ പറയാൻ ഓരോ പെമ്പിളാരും പഠിച്ചിരിക്കണം. നോ പറയേണ്ട അടുത്ത് നോ തന്നെ പറയണം. ജോസഫ് അന്നക്കുട്ടി എനിക്കൊരു വാക്കായിരിക്കും ഓർമ്മ തന്നെ. നിങ്ങളെ ഫോട്ടോ ചോദിക്കും, നിങ്ങൾ കൊടുക്കരുത്. നിങ്ങളെ വീഡിയോ കോൾ ചെയ്യുമെന്ന് പറയും, ചെയ്യാൻ പറയും, ചെയ്ത് കൊടുക്കരുത്. അവൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് വാക്ക് ഉപയോഗിക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അവൻ്റെ ഇഷ്ടത്തിനാണ് നിങ്ങൾ നിൽക്കുന്നതിന് അവൻ പറയുന്ന ഒരു നിമിഷം വരും. അപ്പോൾ കിടന്ന് കൈയും കാലിട്ടിട്ട് കാര്യമില്ല. ആരും നോക്കത്തില്ല നിങ്ങളെ, ഒരു മനുഷ്യനും. അതുകൊണ്ട് ഈ പ്രണയവും മണ്ണാങ്കട്ടയും ഒക്കെ നല്ലതല്ല. നിങ്ങൾ ശരീരം നോക്കാതെ നിങ്ങൾ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ സ്നേഹിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ശരീരം കണ്ടും നിങ്ങളെ പൈസ കണ്ടു വരുന്ന ആൾക്കാർ നിങ്ങൾ സ്നേഹിക്കുകയും ചെയ്യരുത്. ഒരു സമയത്ത് നിങ്ങൾക്കായിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത്. എനിക്ക് എന്തായാലും ഈ പ്രണയത്തോട് അറപ്പാണ്, വെറുപ്പാണ്. ഞാൻ എൻ്റെ ഉമ്മായും വാപ്പായും കാണിച്ചു തരുന്ന നല്ലൊരു കൊച്ചിനെ കല്യാണം കഴിക്കത്തുള്ളൂ. അത് മതി. എന്തിനാ ഈ ആവശ്യം? എല്ലാ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളൊക്കെ ഇങ്ങനെ നടക്കുമല്ലേ? ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ ആശ്രാം മൈതാനത്ത് കുറേ പെമ്പിള്ളാരും ആമ്പിള്ളാരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈ പിടിച്ച് നടക്കുന്നു. ഞാനിപ്പോൾ ആലോചിക്കാറുണ്ട്, അവരുടെ അമ്മയും അച്ഛനും എത്ര കഷ്ടപ്പെട്ടാണ് അവരെ വളർത്തുന്നത്, എത്ര പാടുപെട്ടാണ് അവരെ വളർത്തുന്നത്. അതുകൊണ്ട് എനിക്ക് പേരൻസിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കണം. ഓരോ ഇങ്ങനത്തെ പിള്ളേർ ഓരോ ദിവസവും വാച്ച് ചെയ്ത് അവർക്ക് ഉള്ള ക്ലാസ്സുകൾ കൊടുക്കണം. നിങ്ങൾ അമ്മ അച്ഛനും എത്ര കഷ്ടപ്പെട്ടാണ് നിങ്ങൾ വളർത്തുന്നത്, ജോലി ചെയ്ത്. എൻ്റെ മോൾ പഠിക്കും, എൻ്റെ മോൾ നല്ലപോലെ പഠിക്കും എന്നൊക്കെ
നിങ്ങൾ അമ്മയും അച്ഛനും ഓരോ ആൾക്കാരടുത്ത് പറയുമ്പോൾ അവർക്ക് അത് ഒരു അഭിമാനമാണ്. അതുകൊണ്ട് ഓരോ പെൺപിള്ളേരും മനസ്സിരുത്തി ആലോചിച്ചിട്ട് ഒരു തീരുമാനമെടുക്കും. അതായിരിക്കും നല്ലത്. അല്ലാതെ ഈ പ്രണയവും മണ്ണാങ്കട്ടയും പറഞ്ഞ് നടന്ന് നിങ്ങളെ ലൈഫ് കൊണ്ട് കളയാതെ. ഓരോ സിനിമ തിയേറ്ററിലും പോകുമ്പോൾ ഓരോരോ പ്രണയങ്ങൾ ഇൻസ്റ്റ എടുത്ത് നോക്കി, അത് പ്രണയം, മാങ്ങാത്തൊലി. അതല്ല, നിങ്ങൾക്ക് വേറെ ഒന്നും ഇല്ലേ? വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്? അപ്പോൾ എനിക്ക് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ബ്ലോഗ് ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഓർത്തോടുക, ആരും ഒരുത്തിൻ്റെയും കുഴിക്കിലും അല്ലെങ്കിൽ കണ്ണുകളിലും പോയി ചെന്ന് ചാടരുത്. പലതും പറഞ്ഞ് അവൻ നിങ്ങളെ മയക്കും. നിങ്ങൾ അതിനകത്ത് പോകരുത്. അത് നിങ്ങൾക്ക് പറ്റുന്ന വലിയ 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 മിസ്റ്റേക്കാണ്. നാളെ നിങ്ങളെ അമ്മയ്ക്ക് അച്ഛനാണ് നിങ്ങൾ നഷ്ടമാകുന്നത്. അതുകൊണ്ട് അപ്പോൾ ഇത് ഉത്തരം പറഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ദയവ് ചെയ്ത് ഈ പരിപാടിക്ക് നിൽക്കരുത്. താങ്ക് യു മൈ ഫസ്റ്റ് ഫാമിലി.